കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സെക്കൻഡ് ഇയർ നമ്മൾ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ പേര് ഫങ്ഷൻസ് എന്നാണ്. കഴിഞ്ഞ 2 ചാപ്റ്ററിൽ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് പഠിക്കാനുള്ള കുറേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഫങ്ഷൻസ് ആണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പ്രധാനമായിട്ട് കാണുന്നത്. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് and problem solving and classifying various input output functions, compare character and input functions, then examples, mathematical functions, string functions, predefined character functions, then arguments, scope of variables in a program. ഇത്രയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫങ്ഷൻസ് വളരെ സിമ്പിളായിട്ടുള്ളൊരു പോർഷനാണ്. മനസ്സിലാക്കിയാൽ നന്നായിട്ട് നമുക്കിത് ഫോളോ ചെയ്ത് പോകാൻ സാധിക്കും. നമ്മുടെ C++ പ്രോഗ്രാം ആരംഭിക്കുന്നതിൻ്റെ ഒരു ഫങ്ഷനിലാണ്. എന്താണ് ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ? ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കോമണായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിനൊരു കോമൺ പേര് കൊടുക്കുന്നു. അതാണൊരു ഫങ്ഷൻ പേരെന്ന് പറഞ്ഞാൽ. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ C++ പ്രോഗ്രാം ആരംഭിക്കുന്നതിന് മെയിൻ എന്ന് പറയുന്ന ഫങ്ഷനാണ്. മെയിൻ MAIN. ഒരു വാക്ക് കണ്ടാൽ അത് ഫങ്ഷനാണെന്ന് തിരിച്ചറിയുന്നത് ആ വാക്കിൻ്റെ റൈറ്റ് സൈഡിൽ സാധാരണ 2 ബ്രാക്കറ്റുകൾ കാണും എങ്കിൽ ആ വാക്ക് C++ലെ ഒരു ഫങ്ഷനാണെന്ന് നമുക്ക് പറയാം. നമ്മൾ പറയുന്നതും അതുതന്നെയാണ് ഫങ്ഷൻസ്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരാൻ പോകുന്നത്. ദെൻ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്താണെന്ന് ആദ്യമേ നമുക്ക് നോക്കാം. മോഡുലാർ പ്രോഗ്രാമിംഗ് ഇത് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മുടെ ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടെന്ന് വിചാരിക്കുക. എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂൾ പ്രവർത്തിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടെന്ന് നമ്മളെന്ന് വിചാരിക്കുക. അവിടെ കുറേയധികം ചെറിയ സോഫ്റ്റ്വെയറുകൾ ചേർന്നാണ് ഒരു സ്കൂൾ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കുന്നത്. ഓരോന്നും തനതായ രീതിയിൽ വർക്ക് ചെയ്യുന്നു. ആ തനതായ രീതിയിൽ വർക്ക് ചെയ്തിട്ട് എല്ലാം കൂടെ കോമൺ ആയിട്ട് കോർത്തിണക്കിക്കൊണ്ട് ഒരു കോമൺ പേര് കൊടുക്കുന്നു. സ്കൂൾ സോഫ്റ്റ്വെയർ എന്ന് പേര് കൊടുക്കുന്നു. അതിനകത്തിൽ ചിലപ്പോൾ അഡ്മിഷനുമായിട്ട് ബന്ധപ്പെട്ടത് കാണും, നിങ്ങളുടെ ഫീയുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർസ് കാണും, നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ മാർക്കുമായിട്ട് ബന്ധപ്പെട്ട ഫയൽ കാണും, അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രാമിംഗ് കാണും, നിങ്ങളുടെ വീട്ടിലെ അഡ്രസ്സുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകൾ കാണും അല്ലെങ്കിൽ പ്രോഗ്രാം കാണും. അപ്പോൾ ഇതെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് ഒറ്റ ചങ്ങലയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഒറ്റ കവറിനകത്തുള്ളിൽ ആക്കുന്നതാണ് നമുക്കൊരു മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇവിടെ വലിയ ടാസ്കിനെ ചെറിയ മോഡ്യൂൾസ് അല്ലെങ്കിൽ ടാസ്ക്കായി മാറ്റുന്നു. അതിനെയാണ് യഥാർത്ഥത്തിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ സ്കൂൾ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ സ്കൂൾ കമ്പ്യൂട്ടറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ 1 by 1 ആയിട്ട് എഴുതി വരണമെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി പാടാണ്. പക്ഷേ അതിനെ നമ്മൾ ക്ലാസ് വൈസ് ആയിട്ട് തിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താണ്? 12ാം ക്ലാസ്, 11ാം ക്ലാസ്, 12A B C D E ഓരോന്നിനും പ്രത്യേക മോഡ്യൂൾസ്, 11A B C D ആൻഡ് സോ ഓൺ ഓരോന്നിനും പ്രത്യേക മോഡ്യൂൾസ്. ഈ മോഡ്യൂളെല്ലാം കൂടെ കണക്ട് ചെയ്ത് കോർത്തിണക്കി ഒന്നാക്കി മാറ്റുന്നു. അപ്പോൾ അതൊരു മോഡുലാർ പ്രോഗ്രാമിംഗ് ആണ്. ഇവിടെ ഒരു ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് ഈ ഇതെല്ലാം ഓരോ മോഡ്യൂൾസാണ് വിചാരിക്കുക. സോഫ്റ്റിനെ മൊത്തത്തിലൊരു സോഫ്റ്റ്വെയർ എന്ന് പറയാം. ഇതെല്ലാം ഒരു മോഡ്യൂളാക്കി വെച്ചിരിക്കുകയാണ്. അഡ്മിഷൻ, ഇവാലുവേഷൻ, അക്കൗണ്ട്സ്, സ്റ്റാഫ് മാനേജ്മെൻറ്റ്, ഇതെല്ലാം ഓരോ മോഡ്യൂളാണ്. ഈ മോഡ്യൂളെല്ലാം കൂടി ചേർത്തുകൊണ്ട് ഒറ്റ സോഫ്റ്റ്വെയർ ആക്കി ആണ് നമുക്ക് പ്രവർത്തനത്തിന് വേണ്ടി തരുന്നത്. ഇത് കണ്ടാൽ ഒന്നുപോലെ ഇരിക്കും. വിശകലനം ചെയ്താൽ ധാരാളം ചെറിയ മോഡ്യൂളുകൾ കാണാം. ഇത്തരത്തിലുള്ള ഒരു അപ്രോച്ചിനെയാണ് നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻറ്റു സ്മോളർ സബ് പ്രോഗ്രാം ഈസ് കോൾഡ് മോഡുലറൈസേഷൻ. ദ പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻറ്റു സ്മോളർ പ്രോഗ്രാം ഈസ് നോൺ ആസ് modularization. So remember the term
Modularization is the process of breaking large problems into smaller programs is called modularization. നമുക്ക് C++ൽ ഈ മോഡുലറൈസേഷൻ സാധ്യമാകുന്നത് ഫങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ടാണ്. C++ൽ ഇത്തരം വലിയ പ്രോഗ്രാമുകളെ ചെറിയ ചെറിയ പ്രോഗ്രാമാക്കി മാറ്റാൻ സഹായിക്കുന്ന ഒരു ഉപാധിയാണ് യൂസിങ് ഫങ്ഷൻസ്. ഫങ്ഷൻസ് ഈസ് യൂസ്ഡ് ടു ബ്രേക്ക് ലാർജർ പ്രോഗ്രാം ഇൻ ടു സ്മോളർ പ്രോഗ്രാംസ്. എന്നിട്ട് ഈ ഫങ്ഷനെല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് വലിയൊരു പ്രോഗ്രാമാക്കും. അതിലേക്ക് നമ്മൾ വരുന്നുണ്ട്. ഈ മോഡുലാർ പ്രോഗ്രാമിങ്ങിൻ്റെ മെറിറ്റ്സിലേക്കാണ് ഇനിയും പോകുന്നത്. അഡ്വാൻറ്റേജസ്. ഒന്ന്, മെറിറ്റ് എന്ന് പറഞ്ഞാൽ അഡ്വാൻറ്റേജസ്. മെറിറ്റ്സ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ്. എല്ലാ പ്രോഗ്രാമിങ്ങിനും അതിൻ്റേതായിട്ടുള്ള മെറിറ്റും ഉണ്ട്, ഡിമെറിറ്റും ഉണ്ട്, അല്ലേ? നമ്മൾ ഏതൊരു പ്രവർത്തനം ചെയ്താലും മെറിറ്റും ഉണ്ട്, ഡിമെറിറ്റും ഉണ്ട്. നമ്മൾ മെറിറ്റിലേക്കാണ് പോകുന്നത്. ഒന്ന്, റെഡ്യൂസസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. ഇത് പ്രോഗ്രാമിങ്ങിൻ്റെ സൈസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു. എന്ന് പറഞ്ഞാൽ എന്താ? ഹൗ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ്? നമ്മൾ ഒരേ കാര്യം തന്നെ ഒരു പ്രോഗ്രാമിൽ പല സ്ഥലത്ത് ആവർത്തിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്, അല്ലേ? ചില കാര്യം, ഇപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് നിങ്ങളുടെ ഫീ ഫയലിൽ വേണം, നിങ്ങളുടെ ക്യാരക്ടർ ഫയലിൽ വേണം, അല്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ഫയലിൽ വേണം, നിങ്ങളുടെ ഇവാലുവേഷൻ ഫയൽ, നിങ്ങളുടെ അഡ്രസ്സ് വേണം. അപ്പോൾ ഒരേ കാര്യം തന്നെ ആവർത്തിച്ച് വരികയാണ് പല സ്ഥലങ്ങളിലായിട്ട്. അപ്പോൾ സ്ഥലം ഒരുപാട് വേണം. അതിന് പകരം എന്ത് ചെയ്താൽ മതി? ഈ അഡ്രസ്സ് എല്ലാം കൂടെ ഒറ്റ ഫംഗ്ഷനാക്കി വെക്കുക. എന്നിട്ട് മറ്റാവശ്യമുള്ള സ്ഥലത്തേക്ക് ഈ ഫംഗ്ഷൻ എന്ത് ചെയ്താൽ മതി? കോൾ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ പേര് മാത്രം കൊടുത്താൽ മതി, ബാക്കി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും. അത്തരം കാര്യങ്ങളെ പറ്റി ഇനി നമ്മൾ പറയുന്നുണ്ട്. അപ്പം ഇറ്റ് വിൽ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. ദ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് മോഡുലാർ പ്രോഗ്രാമിംഗ് ഇസ് ദാറ്റ് വിൽ റെഡ്യൂസ് ദ സൈസ് ഓഫ് ദി പ്രോഗ്രാം. നെക്സ്റ്റ്, ലെസ് ചാൻസ് ഓഫ് എറർ ഒക്വറൻസ്. ലെസ് ചാൻസ് ഓഫ് എറർ ഒക്വറൻസ്. ഹൗ? എങ്ങനെയാണ്? നമ്മൾ ഒരേ കാര്യം തന്നെ മനുഷ്യരാണ് പല സ്ഥലത്തിൽ എഴുതിയാൽ അത് തെറ്റാനുള്ള സാധ്യതയുണ്ട്. ഒരു സ്ഥലത്ത് ഉദ്ദേശിക്കുന്ന ഒന്ന് അതേപോലെ തന്നെയുള്ള കാര്യം അപ്പുറത്ത് എഴുതണമെന്നാണ്. പക്ഷേ സംഭവിക്കുന്നത് എന്തായിരിക്കും? നമ്മളൊക്കെ എഴുതി വരുന്നുണ്ട്, അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്നുണ്ട്, ടൈപ്പിംഗ് മിസ്റ്റേക്ക് വരും. മുകളിൽ കാണുന്ന അതേ മീനിങ് ആയിരിക്കും ചിലപ്പോൾ താഴെ വരുന്നതാണ്. അപ്പോൾ എന്ത് ചെയ്യും? എറർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ അന്ന് എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മൾ ഒരു പ്രാവശ്യം ഒരു ഫംഗ്ഷൻ, അല്ലെങ്കിൽ അതെന്താണോ എഴുതാൻ ഉദ്ദേശിക്കുന്നത്, അത് നന്നായിട്ട് വായിച്ച് 3-4 പ്രാവശ്യം വായിച്ച് തെറ്റുകൾ തിരുത്തി അത് എറർ ഫ്രീ ആക്കിയാണ് നമ്മൾ ചെയ്യുന്നത്. ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതി. അങ്ങനെ എറർ ഫ്രീ ആക്കി ചെയ്തിട്ടുണ്ട് എങ്കിൽ ബാക്കി ഈ ഫംഗ്ഷൻ പോകുന്ന സ്ഥലത്തെല്ലാം എന്തായിരിക്കും? എറർ ഫ്രീ പ്രോഗ്രാം ആയിരിക്കും, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കി, ബാക്കി ഫംഗ്ഷൻ പോകുന്നിടത്തെല്ലാം എന്തായിരിക്കും? എറർ ഫ്രീ ആയിരിക്കും. അപ്പോൾ നമുക്ക് അതെന്ത് ചെയ്യാൻ സാധിക്കും? ലെസ് ചാൻസ് ഓഫ് എറേഴ്സ്. ദാറ്റ് ഇസ് എ സെക്കൻഡ് പോയിന്റ് യു ഹാവ് ടു റിമെമ്പർ. ദെൻ reduces programming complexity. The third advantage of modular programming is that it will reduce the programming complexity. What do you mean that? Programming complexity എന്ന് പറഞ്ഞതാണ് ഒരുപാട് ഒരേ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പല സ്ഥലത്ത് ഇങ്ങനെ എഴുതുമ്പോൾ ആ പ്രോഗ്രാമിൻ്റെ കോംപ്ലക്സിറ്റി വർദ്ധിക്കും. കമ്പൈലർക്ക് തന്നെ അത് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ കോംപ്ലക്സിറ്റി ഒഴിവാക്കാൻ സഹായിക്കുന്നു നമ്മൾ ഫംഗ്ഷൻ അല്ലെങ്കിൽ മോഡുലാർ പ്രോഗ്രാമിംഗ് ഉപയോഗിച്ചാൽ. ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. ബട്ട് യു മീൻ ദാറ്റ്? ഒരിടത്ത് ഉപയോഗിക്കുന്ന പ്രോഗ്രാം പല ആവശ്യാനുസരണം ഇഷ്ടമുള്ള അത്രയും സ്ഥലത്ത് നമുക്കിത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഇംപ്രൂവ്സ് റീയൂസബിലിറ്റി. എന്നിരുന്നാലും ഇത്രയും അഡ്വാൻറ്റേജ് പറഞ്ഞു. എന്തൊക്കെയാണ് അഡ്വാൻറ്റേജ് പറഞ്ഞത്? വൺസ് അഗെയിൻ, ദ അഡ്വാൻറ്റേജസ്: 1, reduces the size of the program. Sometimes it may ask for exam. Second, less chance of errors, less chance of error occurrence. And the third one is reduces the programming complexity. And the fourth one is improves reusability. ഈ 4 മനസ്സിരുത്തി പഠിക്കുക. ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. Then, even though some demerits are there, though there are significant merits in modular programming, breaking down of problem is a challenging task. Each subproblem must be independent of others. നമ്മൾ ഈ വലിയ പ്രോഗ്രാമിനെ ആണല്ലോ സബ് പ്രോഗ്രാമാക്കി മാറ്റി, അതിനാണല്ലോ നമ്മൾ മോഡുലാർ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ ഫംഗ്ഷനാക്കി മാറ്റി എന്നൊക്കെ പറയുന്നത്. അപ്പം എങ്ങനെയാണ് ഇതിനെ ചെറിയ പ്രോഗ്രാമായിട്ട് വിഭജിക്കേണ്ടതെന്ന് ഒരു തർക്കം അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വലിയ
എഫേർട്ടാണ് നമ്മൾ പ്രോഗ്രാമിനാക്കി മാറ്റാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സ്കൂളിലാണെങ്കിൽ +1 അത് സംശയമില്ല, സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, ABCD ഇങ്ങനെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതൊരു സ്ട്രക്ചറാണ്. +1 അതുപോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുപോലെ ആയിരിക്കത്തില്ല ഒരു പക്ഷേ ആദ്യമായിട്ടൊരു പ്രോബ്ലം ഒരു കമ്പനി കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പറയുമ്പോൾ അതിനെ എങ്ങനെയാണ് ചെറിയ ചെറിയ മോഡ്യൂളാക്കി മാറ്റുന്നതിന് ചില സ്ഥലങ്ങളിലൊക്കെ സംശയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ചെറുതാക്കി മാറ്റുക എന്ന് പറയുന്നത് ഓരോന്നും ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം മറ്റേതുമായിട്ട്. ഒരു ഫംഗ്ഷൻ മറ്റൊരു ഫംഗ്ഷനുമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അത് റിലേറ്റ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ലിങ്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഇച്ചിരി വിഷമം പിടിച്ച പണിയാണ്. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഡിമെറിറ്റ്സ് ഓഫ് ദിസ് മോഡുലാർ പ്രോഗ്രാമിംഗ്. ദെൻ നമ്മൾ യഥാർത്ഥമായിട്ടുള്ള പോയിന്റിലേക്ക് വരാൻ പോവാണ്. ഫങ്ഷൻസ് എന്ന് പറയും. അതിന് നല്ലൊരു ചിത്രമാണ് നിങ്ങളുടെ ഈ പുസ്തകത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത്. കോഫി മേക്കിംഗ് മെഷീൻ. കോഫി മേക്കിംഗ് നമുക്കറിയാം, മെഷീനകത്തിൽ പല കാര്യങ്ങളിടുന്നു. പക്ഷേ പുറത്തേക്ക് വരുന്ന ഒരു കാര്യമാണ് വരുന്നത്, അല്ലേ? അകത്തേക്ക് ഇടുന്ന എന്തൊക്കെയാണ്? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. അത് ഓരോന്നിൻ്റെയും പ്രപ്പോർഷൻ അനുസരിച്ച് അല്ലെങ്കിൽ അളവനുസരിച്ച് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് കോഫി ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു കപ്പ് കോഫിയാണ് നമുക്ക് വരുന്നത്, അല്ലേ? ആ ഫംഗ്ഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ കുറേ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ വെച്ചിരിക്കുന്നു. ഒരു ഔട്ട്പുട്ട് നമുക്ക് വരുന്നു. അപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൂടെ ഒരു ഔട്ട്പുട്ട്, ഒരു റിസൾട്ട് നമുക്ക് കിട്ടുന്നു. അതാണ് ഫംഗ്ഷൻ്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ ഇൻഗ്രീഡിയൻസ് കൊടുത്തിരിക്കുന്നതൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ. എന്തൊക്കെ ഇൻസ്ട്രക്ഷനാണ് കൊടുത്തിരിക്കുന്നത്? ഗെറ്റ് 60 ml ഓഫ് മിൽക്ക്, 120 ml ഓഫ് വാട്ടർ, 5 gram കോഫി പൗഡർ, 20 gram ഷുഗർ ഫ്രം സ്റ്റോറേജ് മെഷീൻ. ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ദെൻ ബോയിൽ ദ മിക്സ്ചർ, അനദർ സ്റ്റേറ്റ്മെൻറ്റാണ്. പാസ് ഇറ്റ് ഇൻ ദ ഔട്ട്ലെറ്റ്, അനദർ സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പോൾ കുറേയധികം സ്റ്റേറ്റ്മെൻറ്റുകൾ ചേരുന്നതാണ് ഒരു ഫംഗ്ഷൻ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതാ നോക്കി മേക്ക് കോഫി എന്ന് പറയുന്ന നമ്മൾ ഈ ഫംഗ്ഷൻ ഒരു പേര് കൊടുത്തിരിക്കുന്നു ഇവിടെ, മേക്ക് കോഫി. എന്നിട്ട് ബ്രാക്കറ്റ് ഇടുന്നു. അതിനകത്ത് എഴുതിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അതിനെ നമ്മൾ പറയും, കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ആർഗ്യുമെൻ്റ് എന്ന് പറയും. ഇവിടെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ആണ്, അത് ആർഗ്യുമെൻ്റ് എന്ന് പറയും. അത് വേറൊരു വേരിയബിളിലോട്ട് കോപ്പി ചെയ്തു, അത് നമ്മൾ കപ്പിലോട്ട് ഒഴിച്ചു എന്ന് പറയും. അപ്പം ഒരു ഫംഗ്ഷൻ്റെ പേര്, സാധാരണ ബ്രാക്കറ്റ് ഇടുക, അതിനകത്തിൽ ആർഗ്യുമെൻ്റ് എഴുതുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഈ എഴുതിയ സെൻറ്റൻസിനെ നമ്മൾ വേറൊരു രൂപത്തിലേക്കൊന്ന് മാറ്റുകയാണ്. C ഈക്വൽസ് ആഡ് 3,5,2,6. അപ്പോൾ തൊട്ട് മുമ്പ് എഴുതിയ ആ ഒരു സെൻറ്റൻസിനെ, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ എഴുതിയ സെൻറ്റൻസിനെ വേറൊരു ഭാഷയിലേക്ക് മാറ്റുകയാണ്. അതായത് 3 അളവിൽ വാട്ടർ, 5 അളവിൽ മിൽക്ക്, 2 അളവിൽ ഷുഗർ, 6 അളവിൽ കോഫി പൗഡർ, ഇങ്ങനെ നമുക്കിഷ്ടമുള്ള രീതിയിലേക്ക് മാറ്റും. എന്നിട്ട് ആഡ്, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യാൻ പറയുന്നു, അല്ലേ? അപ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇതെല്ലാം കൂടെ എങ്ങോട്ട് അസൈൻ ചെയ്തിരിക്കുന്നു? സിയിലോട്ട്, സി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ അസൈൻ ചെയ്തിരിക്കുന്നു. ഇതാണ് ഫംഗ്ഷൻ. സോ ഫംഗ്ഷൻ ഈസ് ദ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക് ഫോർ എ പർട്ടിക്കുലർ task as part of the solution. See, it's a named unit of statements. കുറേയധികം സ്റ്റേറ്റ്മെൻറ്റിന് കൊടുക്കുന്ന ഒരു പേര്, കുറേയധികം സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കൂടെ ചേർന്ന് അത് ഒറ്റ വാക്കിൽ അറിയപ്പെടാൻ വേണ്ടി കൊടുക്കുന്ന ഒരു പേരാണെന്ന് പറയുന്നത് ഫങ്ഷൻസ് എന്ന് പറയും. വാട്ട് ഈസ് ദാറ്റ്? ഫങ്ഷൻസ്. ഫങ്ഷനകത്ത് ഓരോന്ന് എഴുതുന്നതിന് ഞാൻ മുമ്പേ ഒരു പേര് പറഞ്ഞു, ആർഗ്യുമെൻ്റ് എന്ന് പറയും. അതിനെ മറ്റൊരു പേരൂടെ പറയും, പാരാമീറ്റേഴ്സ് എന്ന് പറയും. എന്ത് പറയും? Parameter. The keywords or the words or the numbers are written in the bracket is known as arguments or parameters. So function, once again, function is the named unit of statements in a program to perform a specific task as part of the solution. അതാണ് ഏകദേശം നിങ്ങൾ ഇപ്പോൾ ആഡ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ ഉപയോഗിച്ചത്. ഇത് മേക്ക് കോഫിക്ക് പകരമായിട്ടാണ് ഇവിടെ ആഡ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിനകത്തിൽ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു എന്നാണ് ഇത് മനസ്സിലാക്കുന്നത്. ഓക്കെ, C++ലെ ഫങ്ഷൻസിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. രണ്ടാമത്തെ യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. അത് ഓർത്തിരിക്കുക. സോ ഇൻ C++, the functions are broadly classified into two.
One is called predefined functions or built-in functions. രണ്ടാമത്തത് യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ഇനി നമ്മൾ ഓരോന്നായിട്ട് നോക്കാൻ പോവാണ്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ്. ദ നെയിം ഇറ്റ് സെൽഫ് ഷോസ് ദാറ്റ് വാട്ട് ഇറ്റ് ഈസ്. ആ പേരിൽ തന്നെ കിടപ്പേണ്ടത് എന്താണെന്നുള്ളത്. പ്രീ ഡിഫൈൻഡ്, മുൻകൂട്ടി നിർവചിച്ച് വെച്ചിരിക്കുകയാണ് അതിൻ്റെ മീനിങ്. അല്ലെങ്കിൽ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. എന്താ ഈ ബിൽറ്റ് ഇൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ചില വാഹനങ്ങളൊക്കെ വാങ്ങിച്ചാൽ ചില കാര്യങ്ങളൊക്കെ അതിൽ ബിൽറ്റിനാണ് എന്ന് പറഞ്ഞാൽ അഡീഷണലായിട്ട് വെക്കാതെ ഓട്ടോമാറ്റിക്കായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനെയാണ് ബിൽറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പ്രത്യേക മീനിങ് ഉണ്ട്, പ്രത്യേക അർത്ഥമുണ്ട്. വേറെ ആരും അഡീഷണലായിട്ട് വെക്കുന്നതല്ല, ഉണ്ടാക്കിയ സമയത്ത് തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ബിൽറ്റ്. ക്യാമറ ചിലപ്പോൾ ബിൽറ്റിനായിരിക്കും, അല്ലെങ്കിൽ സ്പീക്കർ അല്ലെങ്കിൽ സെറ്റ്, പാട്ട് കേൾക്കുന്ന സെറ്റ് ചിലപ്പോൾ ബിൽറ്റിനായിരിക്കും. അതൊക്കെ ഓരോ കാറൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകളൊക്കെ ആണ്. അത് തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് അതർവൈസ് കോൾഡ് വാട്ട് ഈസ് ദാറ്റ്? ബിൽറ്റ് ഇൻ. ഇവിടെ കിടപ്പുണ്ട് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. പേരോർത്തോണം, പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽറ്റ് ഇൻ ഫങ്ഷൻസ്. അതിനെപ്പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ വരും. ഞാൻ മുമ്പേ പറഞ്ഞു പാരാമീറ്റേഴ്സ്, ആർഗ്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഞാൻ പറഞ്ഞു. എന്താണത്? ഫംഗ്ഷൻ്റെ ബ്രാക്കറ്റിനകത്ത് എഴുതുന്ന നമ്പറുകളെ അല്ലെങ്കിൽ വേർഡ്സിനെയൊക്കെയാണ് നമ്മളെന്ത് പറയുന്നത്? ആർഗ്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ വരാൻ പോവാണ്. ഇനി പറയാൻ പോകുന്നത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസിനകത്തിലെ ഓരോ സെറ്റ് ബൈ സെറ്റായിട്ടാണ് പറയാൻ പോകുന്നത്. ആദ്യം കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ IO. കൺസോൾ ഫങ്ഷൻസ് ഫോർ ക്യാരക്ടർ IO. ശ്രദ്ധിക്കുക, ഈ പറയുന്ന വാക്കുകളിൽ അല്ലെങ്കിൽ സെൻറ്റൻസിൽ തന്നെ കിടപ്പേണ്ടത് എന്താണെന്ന്. ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. IO എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട്. കൺസോൾ കീബോർഡ്, കീബോർഡിൽ കൂടെ എൻ്റർ ചെയ്യാൻ അല്ലെങ്കിൽ മോണിറ്ററിൽ കൂടെ കിട്ടാൻ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾക്ക് വേണ്ടി പ്രതിദാനം ചെയ്യുന്ന ഫങ്ഷൻസ്. അതാണ്. അപ്പോൾ നമ്മൾ കീബോർഡിലൂടെ ഒരു ക്യാരക്ടർ ഒരക്ഷരം എൻ്റർ ചെയ്യണം, അത് മോണിറ്ററിലൂടെ തിരിച്ചു കിട്ടണം ഒരക്ഷരം. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ്, അതിനെയാണ് നമ്മൾ ക്യാരക്ടർ IO ഫങ്ഷൻസ് എന്ന് പറയും. ക്യാരക്ടർ IO ഫങ്ഷൻസ്. IO മീൻസ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഓക്കെ, നമ്മൾ ഹെഡർ ഫയൽ ഉപയോഗിക്കണം. നമ്മളെല്ലാ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. പ്രോഗ്രാം എഴുതിയപ്പോൾ നമ്മൾക്ക് പരിചയമുള്ള ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ ഏതായിരുന്നു? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം, ഇൻപുട്ട് ഔട്ട്പുട്ട് സ്ട്രീം. ഇവിടെ നമ്മൾ ഈ ക്യാരക്ടർ IO ഫങ്ഷൻസ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെഡർ ഫയൽ അഡീഷണലായിട്ട് ഉപയോഗിക്കണം. CSTDIO. നമ്മൾ GCC ആണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ട് CSTDIO കൺസോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് എന്നാണ്. എന്നാൽ ഇത് ടർബോ C++ നേരത്തെ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ടർബോ C++ലാണെങ്കിൽ stdio.h ആയിരുന്നു. ഇപ്പോൾ നിങ്ങളെല്ലാം നമ്മൾ ജീനി ഉപയോഗിക്കുന്നത് കൊണ്ട് അത് GCC ആണ് ഉപയോഗിക്കുന്നത്, ജീനി കമ്പൈലറാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് CSTD എന്ന് പറയുന്നത് ഹെഡർ ഫയൽ. എവിടെയാണ് ഹെഡർ ഫയൽ ഉപയോഗിക്കേണ്ടത്? ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം കഴിഞ്ഞ് താഴെ ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് ടൈപ്പ് ചെയ്യണം. അത് നമ്മൾ പ്രോഗ്രാമിൽ കാണും. ഒന്നാമത്തെ കൺസോൾ ഇൻപുട്ടാണ് ഗെറ്റ് ക്യാർ. ഗെറ്റ് ക്യാർ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഇറ്റ് റിട്ടേൺസ് ദ ക്യാരക്ടർ ദാറ്റ് ഇൻപുട്ട് ത്രൂ ദ കീബോർഡ്. കീബോർഡിലൂടെ ഒരു ക്യാരക്ടറിനെ, ഒരു അക്ഷരത്തെ നമുക്ക് എൻ്റർ ചെയ്യണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്യാരക്ടർ IO ഫങ്ഷനാണ് ഗെറ്റ് ക്യാർ. പേര് ഓർത്ത് വെച്ചേക്കുക, ഗെറ്റ് ക്യാർ. അതിൻ്റെ എഴുതുന്നത് ഇങ്ങനെയാണ്. നമുക്ക് ഗെറ്റ് ക്യാരക്ടർ CH ഈക്വൽസ് ഗെറ്റ് ക്യാർ ഇങ്ങനെയാണ് എഴുതുന്നത്. എൻ്റെ യൂസേജ് ഇപ്പോൾ പറയാം, തൊട്ട് താഴെയുണ്ട്. പുട്ട് ക്യാർ. ഗെറ്റ് ക്യാർ റീഡ് ചെയ്യാനാണെങ്കിൽ പുട്ട് ക്യാർ എന്ത് ചെയ്യാനാണ്? റീഡ് ചെയ്ത ക്യാരക്ടറിനെ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയാണ് പുട്ട് ക്യാർ ഉപയോഗിക്കുന്നത്. ഡിസ്പ്ലേസ് ദ ക്യാരക്ടർ ഗിവൺ ദ ആർഗ്യുമെൻറ്റ് ഓൺ ദി സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്. നമ്മൾ എൻ്റർ ചെയ്ത വേർഡല്ല, ഒരു ക്യാരക്ടറിനെ അത് ഔട്ട്പുട്ട് ഡിവൈസിലൂടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് പുട്ട് ക്യാർ. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു പുട്ട് ക്യാറിന്. ക്യാർ CH ഈക്വൽ ടു B എന്ന് പറഞ്ഞാൽ B എന്ന് പറയുന്ന അക്ഷരം CH എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിരിക്കുന്നു. അത് ക്യാരക്ടറായിട്ടാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത്.
ക്യാരക്ടറായിട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ടാണ് സി എച്ചിനകത്തിൽ എന്ത് സ്റ്റോർ ചെയ്യാൻ പറ്റിയത്? ബി സ്റ്റോർ ചെയ്യാൻ പറ്റിയത്. അല്ലെങ്കിൽ ഇതിനകത്തിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഇനി പുട്ട് ക്യാർ സി, അപ്പോൾ എന്താ? അസൈൻസ് ബി ടു ദ വേരിയബിൾ സി എച്ച്. ഇനി എഴുതിയിരിക്കുന്നത് പുട്ട് ക്യാർ സി എച്ച് എന്ത് പറ്റും? ഡിസ്പ്ലേസ് ബി ഓൺ ദി സ്ക്രീൻ. കാരണം പുട്ട് ക്യാർ ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയാണ്. പുട്ട് ക്യാർ സി എന്ന് എഴുതിയാൽ എന്തോ സംഭവിക്കുന്നത്? സി ഡിസ്പ്ലേ ചെയ്യും. കാരണം സിംഗിൾ ഇൻവെർട്ടഡ് കോമയിൽ സി ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. പുട്ട് ക്യാർ 97 എന്താണിത്? സ്മോൾ ലെറ്റർ എ. നമുക്കറിയാം ആസ്കി വാല്യൂ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആസ്കി എന്ന് പറഞ്ഞാൽ എന്താണ് ഫുൾ ഫോം? ഫസ്റ്റ് ഇയർ പഠിച്ചതാണ് ആസ്കി വാല്യൂ, അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. അതാണ് ആസ്കി എന്ന് പറയുന്നത്, അല്ലേ? ഓരോ ക്യാരക്ടറിനും ഈക്വലൻ്റ് ആയിട്ടുള്ള ആസ്കി ഉണ്ട്. അത് സ്മോൾ ലെറ്റർ എക്ക് 97 ആരംഭിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുട്ട് ക്യാർ 97 എന്ന് എഴുതിയാൽ കമ്പ്യൂട്ടർ മനസ്സിലാകും ഇത് ഏത് അക്ഷരത്തെയാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഏതാണ്? ക്യാരക്ടർ എ. ഓക്കെ, ഇതാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. ദാ നോക്കിയാൽ നമ്മൾ പറഞ്ഞ STD വന്നിട്ട് #include IO സ്ട്രീം, #include CSTD IO. ഇതാണ് ഞാൻ പറയുന്നത് CSTD IO. ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് കൊടുത്തിരിക്കണം? ഹെഡർ ഫയൽ CSTD IO. ഇതെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രോഗ്രാമിൽ കണ്ടതാണ്. യൂസിങ് നെയിം സ്പേസ് STD ഇൻറ്റു മെയിൻ. എന്നിട്ട് ക്യാരക്ടർ എന്ന് പറയുന്നൊരു അറയാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇവിടെ. CH 2 വേരിയബിളൂടെ വേണം. ഇൻറ്റ് നം. എന്തിനാണ്? ടു സെർച്ച് ഫോർ എ ക്യാരക്ടർ ഇൻ എ സ്ട്രിങ് യൂസിങ് കൺസോൾ ഫങ്ഷൻസ്. ഒരു വാക്ക് ഒരു സ്ട്രിങ് അടിക്കും, അതിനകത്ത് നമ്മൾ പറയുന്ന വാക്കുണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യുന്നതാണ്. സോ എൻ്റർ എ സ്ട്രിങ്, അത് ഗെറ്റ്സ് STRൽ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യുന്നു, അത് ഗെറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് കമ്പ്യൂട്ടർ സ്റ്റോർ ചെയ്യുന്നു. എൻ്റർ ദ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്. എനിക്ക് ഒരു വാക്ക് സെർച്ച് ചെയ്യാൻ ഞാൻ അടിക്കുന്നു. ആ സെർച്ച് ചെയ്യാൻ ഞാൻ ഇപ്പോൾ കമ്പ്യൂട്ടറിൽ O ആണ് കൊടുത്തത്. ആ O എവിടെ സ്റ്റോർ ചെയ്യും? CHൽ സ്റ്റോർ ചെയ്യും. ടു ഇൻപുട്ട് ദ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്, നമ്മൾ സെർച്ച് ചെയ്യേണ്ട ക്യാരക്ടർ എൻ്റർ ചെയ്യുന്നത് CHൽ സ്റ്റോർ ചെയ്യും. ഇനി നോക്കിയേ, ഫോർ ലൂപ്പിനകത്ത് കൊടുക്കുകയാണ്. ഒന്നാമത്തെ ക്യാരക്ടർ മുതൽ /0 ആകുന്ന വരെ നമ്മൾ നേരത്തെ പഠിച്ചു. സ്ട്രിങ്ങിൻ്റെ അവസാന ക്യാരക്ടർ എപ്പോഴും സ്റ്റോർ ചെയ്യുന്നത് /0 ആണ്. അതുവരെ I++ ചെയ്യണം. എന്ത് ചെയ്യണം? STR ഓഫ് I = CH. നമ്മൾ CH കൊടുക്കുന്നത് നമ്മൾ സെർച്ച് ചെയ്യേണ്ട വാക്കാണ്. അത് STR ഓഫ് സൈയുമായിട്ട് കമ്പയർ ചെയ്യും. നമ്മൾ കൊടുത്ത ഓയും കമ്പ്യൂട്ടറിലെ എന്ന അക്ഷരത്തിലെ ഓരോ അക്ഷരങ്ങളുമായിട്ട് കമ്പയർ ചെയ്യും. അങ്ങനെ ഓരോന്നോരോന്ന് കൂട്ടി വരും. C കമ്പയർ ചെയ്യും, O കമ്പയർ ചെയ്യും, M കമ്പ്യൂട്ടർ കമ്പയർ ചെയ്യും, P then T then U R. എവിടെയെങ്കിലും കണ്ടുമുട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ദ നമ്പർ ഓഫ് ഒക്കറൻസ് ഓഫ് ദി ക്യാരക്ടർ. കമ്പ്യൂട്ടർ എന്ന് പറയുന്ന വാക്കിനകത്തിൽ എത്ര O ഉണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യും സ്ക്രീനിൽ. ആ നമ്പർ എത്ര എണ്ണമുണ്ട്? ഇപ്പോൾ കമ്പ്യൂട്ടറിനകത്ത് എത്ര O ഉണ്ട്? CO ഓരോ, M P U T E R. ഇപ്പോൾ എത്ര O ഉള്ളൂ? ഓരോ. ഉത്തരം എത്ര കിട്ടുന്നത്? ഇവിടെ നോക്കിയേ, എൻ്റർ എ സ്ട്രിങ് കൊടുത്തത് എക്സാമിനേഷൻ. ഏതാണ്? എക്സാമിനേഷൻ. എന്നിട്ട് നമ്മൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്ന എൻ്റർ എ ക്യാരക്ടർ ടു ബി സെർച്ച്ഡ്. A ആണ്, ഉണ്ടോ ഇല്ലെന്ന് ചെക്ക് ചെയ്യണം. അത് എത്ര പ്രാവശ്യമാണ്? ദ നമ്പർ ഒക്കറൻസ് ഓഫ് ക്യാരക്ടർ ഈസ് 2. എക്സാമിനേഷനകത്ത് എത്ര A ഉണ്ട്? 2 പ്രാവശ്യം. A1 A2. എത്ര കിട്ടി? 2 A ഉണ്ടെന്ന് ഉത്തരം നമുക്ക് കിട്ടും. ഇതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു പ്രോഗ്രാം. CSTയുടെ ഉപയോഗവും അതുപോലെ ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഗെറ്റ് ക്യാറും പുട്ട് ക്യാറും ഇത് എന്തിനു വേണ്ടിയാണെന്നുള്ള 2 യൂസേജാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. നന്നായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, ഇന്ന് ഞാനിവിടെ പറഞ്ഞത് മൂന്നാമത്തെ ചാപ്റ്ററായ ഫംഗ്ഷൻ. എന്താണ് മോഡുലാർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞു. പ്രോസസ് ഓഫ് ബ്രേക്കിംഗ് ലാർജ് പ്രോഗ്രാം ഇൻടു സ്മോളർ പ്രോഗ്രാം. മെറിറ്റ്സ് പറഞ്ഞു, റെഡ്യൂസസ് സൈസ് ഓഫ് ദി പ്രോഗ്രാം. ദെൻ ലെസ് ചാൻസ് ഓഫ് എറർ, റെഡ്യൂസസ് പ്രോഗ്രാമിംഗ് കോംപ്ലക്സിറ്റി, ഇംപ്രൂവ്സ് യൂസബിലിറ്റി. ഡിമെറിറ്റ്സ് പറഞ്ഞു, ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഫങ്ഷൻസ്, അതിന് ഒരു ഫംഗ്ഷൻ പേര് കാണും, പാരാമീറ്റേഴ്സ് കാണും. ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നെയിംഡ് യൂണിറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻ എ പ്രോഗ്രാം ടു പെർഫോം എ സ്പെസിഫിക് ടാസ്ക്. 2 തരത്തിലുള്ള പ്രോഗ്രാം, പ്രീ ഡിഫൈൻഡ് ഓർ യൂസർ ഡിഫൈൻ. അടുത്തത് പ്രീ ഡിഫൈൻഡ് പറയുന്ന മറ്റൊരു പേര് ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ. ഒന്നാമത്തെ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ് കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ IO. അത് 2 എണ്ണമാണ് പഠിക്കാനുള്ളത്, ഗെറ്റ് ക്യാർ ആൻഡ് പുട്ട് ക്യാർ.
ഇത് 2 പ്രോഗ്രാമിൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ CSTD-IO ആണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ ഒരു പ്രോഗ്രാം ഞാൻ പറഞ്ഞു. ഇത്രയാണ് ഞാൻ പറഞ്ഞത്. നന്നായിട്ട് നമുക്ക് പഠിച്ചു പോകാം, നന്നായിട്ട് നമുക്ക് മാർക്ക് മേടിക്കാം. നിങ്ങൾ ഫസ്റ്റ് സെക്കൻഡ് ചാപ്റ്റർ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ഈ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ കാണണം. നിങ്ങൾക്ക് പുസ്തകം ബേസ് ചെയ്താണ് ഈ പോർഷൻ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുസ്തകവുമായിട്ട് നല്ല ഫെമിലറൈസ് ചെയ്യുന്നുണ്ട്. നന്നായിട്ട് കാണുക, 2 പ്രാവശ്യം ആവർത്തിച്ച് കാണുക. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.